ഹായ്, നമുക്ക് ആദ്യം തന്നെ ഒരു പൊതിച്ചോറ് തയ്യാറാക്കിയാലോ. അതിന് നമുക്ക് ഇലവാട്ടി അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് വിളമ്പി കൊടുക്കാം. ചോറെടുത്തതിന് ശേഷം നമുക്ക് കറികൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ നമ്മുടെ പൊതിച്ചോറിൻ്റെ പ്രധാനയാൾ ചമ്മന്തി അരച്ചത് വെച്ച് കൊടുത്തു. പിന്നെ തക്കാളിക്ക മുളകിട്ടതാണേ. തക്കാളിക്ക മുളകിട്ടത് വെച്ചു. അതിനുശേഷം നമുക്കൊരു മുട്ട പൊരിച്ചത് വെക്കാം. മുട്ട പൊരിച്ചത് വെച്ചതിന് ശേഷം നമുക്ക് വൻപയർ മെഴുക്കുവരട്ടി വെച്ചത്. വൻപയർ മെഴുക്കുവരട്ടിയും തേങ്ങാ ചമ്മന്തിയും നല്ലതല്ലേ. വൻപയർ മെഴുക്കുവരട്ടി വെച്ചത് അതുകൂടി നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മത്തി വറുത്തതുകൂടെ വെച്ച് കൊടുക്കാവേ. കുഞ്ഞു മത്തിയായിരുന്നേ, പക്ഷെ കുഞ്ഞുമത്തിക്ക് നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ ഈ മത്തി നേരിട്ട് ചോറിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ അത് ഉച്ചയാകുമ്പോൾ എടുക്കുമ്പോൾ അങ്ങ് തണുത്ത് പോകുമല്ലോ. അതുകൊണ്ട് നമ്മളത് ഈ വാഴയില പൊതിച്ചോറ് എടുത്തതിൽ നിന്ന് ശകലം കീറിയെടുത്തിട്ട് അതിലോട്ട് വെച്ച് നമുക്ക് അങ്ങ് പൊതിഞ്ഞ് കൊടുക്കുക. എന്നിട്ടത് ചോറിൻ്റെ അകത്തോട്ട് അങ്ങ് പൂത്തി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നല്ല വെണ്ണ ചോറങ്ങ് പൊതിഞ്ഞെടുക്കാം. ഈ നമ്മൾ 8:30 കെട്ടിവെച്ച പൊതിച്ചോറാണ്. നമ്മളിത് 1 മണിയാകുമ്പം തുറന്ന് നോക്കി നമുക്ക് ഭക്ഷണം കഴിക്കാവേ. നല്ല അടിപൊളിയായിട്ട് നമുക്കത് പൊതിഞ്ഞെടുക്കാം. ഇനി ബാക്കിയൊക്കെ നമുക്ക് മുറിച്ചങ്ങ് മാറ്റിക്കളയാം. ഇനി നമുക്കെന്നിട്ട് ഒരു പേപ്പറിലോട്ടങ്ങ് പൊതിഞ്ഞ് എടുത്തങ്ങ് മാറ്റി വെച്ചേക്കാം. ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് ചോറെടുത്ത് ഉണ്ണാം. നല്ല അടിപൊളിയായിട്ടുള്ള പൊതിച്ചോറ് റെഡി ആയിക്കഴിഞ്ഞു. നമ്മൾ എത്രയൊക്കെ ആയിരുന്നാലും എപ്പോഴും നമുക്കൊരു ഇഷ്ടമുള്ള സാധനമല്ലേ പൊതിച്ചോറ്. ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ രസത്തിന് നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഒത്തിരി വിഭവങ്ങളൊന്നും വേണ്ട. പൊതിച്ചോറെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഒത്തിരി ആർഭാടമില്ലാത്ത നാടൻ പൊതിച്ചോറ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള പൊതിച്ചോറാണ് ഇത്.